എല്ലാവർക്കും ബ്രിഷ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അബുദാബിയിലെ മാംഗ്രൂവ് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോണത് ജുബൈൽ ഐലൻഡിലേക്കാണ്. ജുബൈൽ ഐലൻഡിലെ മാംഗ്രൂവ് പാർക്കിലേക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 45 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു 3:30 ആയപ്പോഴേക്കും ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ഒരു നല്ല മരപ്പാലത്തിൻ്റെ 2 സൈഡിലും ആയിട്ട് കണ്ടൽക്കാടുകളായിട്ടാണ്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു മരപ്പാലം, കുറേ വിളക്കുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു. അതിനിടയിൽ വഴി 2ആയിട്ട് തിരിയുന്നുണ്ട്. അത് വന്നവർക്ക് തിരിച്ചു വേണമെങ്കിൽ റിട്ടേൺ പോകാൻ വേണ്ടിയുള്ള എക്സിറ്റ് വേ ആയിരുന്നു അത്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും കക്കകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കണ്ടൽ ചെടികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടൽ ചെടിയുടെ വേരുകളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത് മണ്ണിൽ നിന്ന് മുകളിലേക്കാണ് വളരുന്നത്. അതിൻ്റെ ഉള്ളിൽ മുഴുവനും കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വെള്ളം ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. പിന്നെ സൺസെറ്റ് ആയി തുടങ്ങിയത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചുറ്റും കണ്ടൽ ചെടി ആയതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള എയർ ആയിരുന്നു. കണ്ടോ, വെള്ളം കയറി വരികയാണ്. കണ്ടോ, വെള്ളം കയറി വരുന്നതാണ് കാണുന്നത്. വേലിയേറ്റത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം കയറി വരികയായിരുന്നു. ഇതാണ് കണ്ടൽക്കാട്. പിന്നെ കുറേ കിളികളുണ്ട്, കുറേ ക്രാബ്സ് ഉണ്ട്, കുറേ ഫിഷ് ഉണ്ട്. സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ചൂട് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കിളികളൊക്കെ വന്ന്, ഈ കൊക്കൊക്കെ വന്ന് മീനെ പിടിച്ച് തിന്നാൻ വന്നിരിക്കുക. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ വെള്ളത്തിൽ നല്ല തെളിഞ്ഞ അടിത്തട്ട് വരെ കാണുന്ന കണ്ണാടി പോലത്തെ വെള്ള കളറിലുള്ള മണലും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പിടിച്ച് തിന്നാൻ ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. അവിടെ വന്ന എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പീലിക്കുട്ടീൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. അവള് കളിച്ച് തിമിർക്കായിരുന്നു. അച്ഛനും മോളും കൂടി അവിടെ ഭയങ്കര കളിയായിരുന്നു ഫുൾ ടൈം. അതിൻ്റെ നടുക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് അവിടെ നിന്നു. ഏട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ എടുക്കുക എയർ മുഴുവനും. വേണ്ട, ഭയങ്കര ഒരു നല്ല തണുപ്പുള്ള നല്ല ഈർപ്പുള്ള വായുവായിരുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഭയങ്കര റിലീഫായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. സൺസെറ്റ് ആവാറായി തുടങ്ങിയോണ്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ചെരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചെറിയൊരു കുഞ്ഞ് ലൈറ്റായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ അങ്ങനെ നിൽക്കാനും. കുറച്ച് നേരം നമ്മൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടൊരു ഫീലാണ്. എന്താണ് ചീന്? എവിടെ ചീന കുട്ടി? മാംഗ്രൂവ്സിന്റെ മിഡിലായിട്ട് ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ മുകളിൽ കയറി നിന്ന് അതിനെ ഈ ചുറ്റും കണ്ടൽക്കാടുകൾ മുഴുവൻ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഓ, ആ സൺസെറ്റ് കണ്ട എന്താ വ്യൂ അല്ലേ? ഈ സൺസെറ്റൊക്കെ ഇനി നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ നമുക്ക് ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടാകണം നല്ലതാ അല്ലേ? Scream? Yeah. You can shout and scream? Yeah. Okay. Scream means shout. Yeah. How is the place? Great.